ഈശ്വരോ രക്ഷതു. അപ്പാ, പടിപ്പുരയില് ഒരു നിവേദന സംഘം എത്തിയിരിക്കുന്നു. കണിമംഗലത്തെ അമ്പലവാസികളും പിന്നെ ചില പറങ്ങോണ്ടും മരങ്ങോണ്ടും ഒക്കെയാ. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ സഹകരിക്കണമെന്ന്. 16 വർഷമായി അക്കരക്കാവിലെ ഉത്സവം മുടങ്ങിയിട്ട്. ഇക്കാലം മുഴുവൻ അപ്പൻ ഇടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം. തീർന്നിട്ടില്ല. കോവിലകം നിലംപൊത്തണം. അതിന്റെ താറമാന്തി നിരത്തണ കാഴ്ചയും അപ്പന് കാണണം. നിഷ്ഠയും ചര്യയും തെറ്റാതെ ഞാൻ ഊട്ടുന്ന എന്റെ ചാത്തന്മാരുടെ തുണയുണ്ടെനിക്ക്, ബലമുണ്ടെനിക്ക്. മംഗലം, നിങ്ങൾ അവിടെ ഇരിക്കണം. ഹേ, മനുഷ്യനാൽ കുറച്ചൊക്കെ ധൈര്യം വേണം. എടോ നമ്പീശ, ഇവിടുന്ന് ഇറങ്ങി അക്കരെത്തിക്കോട്ടെ. എന്റെ ധൈര്യം തനിക്ക് ഞാൻ സ്വകാര്യമായിട്ട് കാണിച്ച കേട്ടോ. ആന്നേ കൊറേ നേരം എന്റെ നേർക്കിട്ട് തിരിയണ്. എനിക്ക് ഇത്ര പേടിയുണ്ട്. അത് നേരാ. അല്ല, എന്താ സൈഡ് നിങ്ങൾക്കില്ലേ? എന്താ ധൈര്യോ അതോ പേടിയോ? ഇപ്പഴെന്താ മനസ്സിൽ അത് പറയൂ. അതിപ്പോ പേടിന്ന് വിളിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാ പേടിയല്ല, ഒരു ഭ്രമം, ഒരു തരം പരിഭ്രമം. സംസ്കൃതത്തിൽ പറയണ്ട, ഈ ഭ്രമത്തിന് തന്നെ മലയാളത്തിൽ ഞങ്ങൾ പേടി എന്ന് പറയണത്. അയ്യ, നമ്മളെന്താ വല്ല മോഷ്ടിക്കാൻ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ വന്നു? മൂപ്പരെ കാണുമ്പോ പറയാനുള്ള പറയുന്നു, തിരിച്ചു പോണു. അല്ലാതെ ഇങ്ങനെ പേടിക്കാൻ കൊളപ്പുളി അപ്പ എന്ന് പറഞ്ഞാൽ എന്താ വല്ല കൊമ്പനാണോ? കൊമ്പനാ, കൊലകൊമ്പൻ. തളയ്ക്കാൻ കണിമംഗലത്തുകരയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടോടോ? നാക്കിറങ്ങി പോയടോ എല്ലാത്തിന്റെയും. അപ്പുട്ടിയം പേരെ, വിവരക്കേട് സമയം നോക്കാതെ നാക്കിൽ മുളയ്ക്കുന്ന സൂക്കറുണ്ട് എനിക്ക്. നിങ്ങൾ വലിയ കരളിന്റെ കുരുക്കളല്ലേ, ക്ഷമിച്ചളെ. കരളിയല്ല, കളരി. എന്താ കണിമംഗലത്തുകാര് രാവിലെ കുളപ്പുള്ളി പടിപ്പുരയിൽ? പടിപ്പുരയ്ക്ക് ഇപ്പുറം കാറ്റാൻ യോഗ്യതയുള്ള ഒരുത്തനും കൂട്ടത്തിൽ കണ്ടില്ല. അതാ അവിടെ നിർത്തിയത്. എന്താ പറയാനുള്ള പറയാം. ചാർലി മാഷേ അങ്ങോട്ട് കേറിയെന്ന് പറഞ്ഞു. പറയാനുള്ളത് തമ്പുരാൻ അറിയാവുന്ന കാര്യം തന്നെയാണേ. ഇക്കുറി അവിടുന്ന് ദയവ് കാട്ടണം. കണിമംഗലത്തെ കാവിൽ ഉത്സവം നടക്കണം. ഇത് 16ാമത്തെ വർഷ ഉത്സവം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ കാലം അത്രയും അതിന്റെ ദുരിത ഫലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പുഴയ്ക്കച്ചുള്ള ഓരോ മനുഷ്യജീവനും ദേവീ കോപത്തിന്റെ ചൂടാറിഞ്ഞവരാ. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ കണിമംഗലം തറവാടിന്റെ സ്ഥിതി ഞങ്ങള് പറയാതെ എന്നെ തമ്പുരാനും അറിയാലോ. ക്ഷയിച്ചു. അവകാശികളായ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ദൂരെ പട്ടണത്തിൽ സ്ഥിരതാമസമായി. നിത്യപൂജയും തേവാരവും ഇല്ലാത്ത പൊളിഞ്ഞ അമ്പലം, ആളും കൂട്ടവും ഇല്ലാത്ത കോലവും. ആകപ്പാടി ഒരു നാഥനില്ലായ്മ. തമ്പുരാനൊന്ന് മനസ്സ് വെച്ച ഒരു പരിഹാരമായി. പഴയതെല്ലാം ഞങ്ങൾക്കറിയാം തമ്പുരാൻ. ദത്തൻ തമ്പുരാൻ കാണിച്ച കടുങ്കൈ ഈ മുഖത്ത് ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചെയ്തതിന് മൂപ്പർക്ക് കിട്ടിയില്ലേ? ദത്തൻ തമ്പുരാൻ ഭ്രാന്തളിക്ക് ഓടിപ്പോയിട്ട് വർഷം 10-15 ഇന്നിപ്പോ ജീവനോടെ ഉണ്ടോന്നൊക്കെ ആർക്കറിയാം. മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊളപ്പള്ളി കോലോക്കാര് കാട്ടണം. ഇക്കുറി തിരുവാഭരണങ്ങൾ ഏടത്തിക്കാവിൽ നിന്നും അക്കരയ്ക്ക് കൊടുത്തയക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കണം. മതി, കൂടുതൽ നീട്ടണ്ട. 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ പോയിക്കൊള്ളൂ. ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ. ആ കോവിലകത്തിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പോവാം. ഇനി ഒന്നും പറയാനില്ല, കേൾക്കാനും. എന്താണോ കേട്ടില്ലേ? ഇനിയിപ്പോ തമ്പുരാനെ വല്ലതും പറയാനുണ്ടോ? അതുകൂടെ കേട്ടിട്ട് പോവാ. മതി കുട്ടി. പനി മാറിയിട്ടില്ല. നടക്കാൻ കഴിയാത്ത ക്ഷീണം. അതാ ഏട്ടനോടൊന്ന് ഇത്രയിടം വരാൻ പറഞ്ഞേ.
എന്താ? കണിമംഗലത്തുനിന്ന് ആരൊക്കെയോ വന്നു അറിഞ്ഞു. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ ഏട്ടൻ. വേണ്ട, സുഭദ്രയൊന്നും പറയണ്ട. അകത്തുള്ള പെണ്ണുങ്ങൾ കാര്യം നടത്താനും അഭിപ്രായം പറയാനും കുളപ്പുള്ളിയിലെ ആണുങ്ങൾ തീപ്പെട്ടിട്ടില്ല. വേറെ വല്ലതുകൊണ്ടോ പറയാൻ? ഇല്ല, ഇത് തെറ്റാണ്. ഇത്രയും വാശി. തെറ്റും ശരിയും അനിയത്തി എന്നെ പഠിപ്പിക്കണ്ട. ഒരു തെറ്റേ എനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. നിന്റെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് കണിമംഗലം ദത്തൻ എന്നൊരു തെമ്മാടിയുമായി നിന്റെ വിവാഹം നടത്തിയത്. നാട് നിറയെ സംബന്ധവുമായി നടന്നൊരു ആഭാസന് പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. 16 16,000 വർഷം കഴിഞ്ഞാലും മാറാത്ത പകയുണ്ട് എനിക്ക് ആ കോവിലകത്തോടും അക്കരയിലെ മണ്ണിനോടും. സുഭദ്രയ്ക്ക് അറിയാലോ അപ്പനെ. മിണ്ടാതൊരു ഭാഗത്ത് കിടന്നോളൂ. അപ്പൊ ഈ തിരുവാഭരണങ്ങൾ കുളപ്പുള്ളിക്കാർ തന്നാ മാത്രമേ ഉത്സവം നടക്കൂ, അല്ലയോ? അതെ, അതാണ് അതിന്റെ ശാസ്ത്രം. പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ആചാരമാണേ, തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ കണിമംഗലം കോവിലും വിൽക്കാൻ പോകുന്ന ഒരു വാർത്ത കേട്ടല്ലോ. നമ്മുടെ MLA സാറാ പറഞ്ഞത്. വിൽക്കാനുള്ള തീരുമാനം മരിച്ചുപോയ ലക്ഷ്മി തമ്പുരാട്ടിയുടെ മക്കൾ എടുത്തിട്ട് കുറെ ആയി. പലരും വന്ന് നോക്കുകയും ചെയ്തു. ഈ പൂജയോ ഉത്സവം മുടങ്ങിക്കിടക്കുന്ന അമ്പലം കാണുമ്പോ പലരും പിന്നോക്കം വെക്കുക. അതൊന്നും കാര്യമാക്കാതെ വരുന്നവരെ കുളപ്പള്ളിയപ്പൻ മുടക്കുകയും ചെയ്യും. ആ, ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിയുടെ അനിയൻ ദത്തൻ തമ്പുരാന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി, അപ്പന്റെ പെങ്ങളെ, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ സ്വത്ത്. അതാണ് അപ്പന്റെ പിടി. ഇനി ഇതിപ്പോ ആരെങ്കിലും വന്ന് വാങ്ങിയെന്ന് കരുതാ. ആ കൃഷ്ണവർമ്മയുടെ സ്ഥിതി എന്താവും? ആ ഭാഗവതർ തമ്പുരാനോ? ആ, അങ്ങനെ ശരിക്കും കോവിലകത്ത് ആരാ? ആരുമല്ല. പണ്ട് ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടി കോലോത്ത് പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു സ്കൂള് നടത്തിയിരുന്നു. അവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ. പുള്ളിക്കാരൻ പിന്നെന്താ ഇവിടെ അങ്ങ് തങ്ങിപ്പോയത്? തമ്പുരാട്ടി മരിച്ചിട്ടും. അതല്ല ഓരോ തരം കർമ്മബന്ധം എന്ന് പറയുന്നത്. ദത്തന്റെ മോളുണ്ടല്ലോ ഉണ്ണിമായ, ആ കുട്ടിയുടെ ജന്മ മഹാസങ്കടം. അമ്മ ആരാന്നറിയില്ല. ഒരു കറക്കണത്തിന് സന്ധ്യക്ക് കോലോത്ത് വന്നു കയറിയ ദത്തൻ തമ്പുരാന്റെ കയ്യില് ഇത്തിരി പോന്നൊരു ജീവൻ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്ക. ഇതെനിക്ക് പറഞ്ഞതാ. ഇതിന്റെ തള്ളയത്തുപോയി. ഇനി ഇതിനും കൂടി ഇവിടെ വളർത്തിക്കോളൂ ഏർത്തി എന്നും പറഞ്ഞ് ലക്ഷ്മി തമ്പുരാട്ടിക്ക് മുമ്പിലേക്ക് ഇട്ടു. ദത്തന്റെ ഉഗ്രകോപം അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. ആ, ഏത് നാട്ടിലെയാ, ഏത് വീട്ടിലെയാ, ഏത് ജാതിയിലുള്ള സ്ത്രീക്ക് പിറന്നാന്ന് പോലും ആർക്കും അറിയില്ല. അതിനെ വളർത്തിയതും നോക്കിയതും മുഴുവൻ കൃഷ്ണവർമ്മ തമ്പുരാനാ. പിള്ളയ്ക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കർമ്മബന്ധം? ഈ 2 അനാഥ ജന്മങ്ങൾ വഴിയാതാരാവും. കോവിലാരും വാങ്ങിപ്പോയാ. ആ പെൺകുട്ടിയെ പുറത്തങ്ങ് കണ്ടിട്ടേ ഇല്ലല്ലോ. നല്ല ശ്രീത്തുള്ള കുട്ടിയാ, അസൽ അടക്കോ ഒതുക്കോ. മിടുക്കിയ. അത് ചെറിയ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചും നൃത്തം പഠിപ്പിച്ചൊക്കെയാ ആ 2 വയറ് നിറഞ്ഞു പോകുന്നു. സുഹൃതക്ഷയം. അച്ഛൻ നാടൊട്ടുക്കും വെറുപ്പിച്ച് ഒടുക്കം തലയുടെ കല്ല് കളിക്ക് അങ്ങോട്ട് ഓടിപ്പോയി. അമ്മ ആരാ ദൈവത്തിന് മാത്രം അറിയാം. പാവം കുട്ടി. ഓ, ഭാഗവതര് തുടങ്ങിയോ? ആഹാ, കേക്കാനി കേമത്തി ഉണ്ടോ? നിന്നെ തന്നെ ഇതിന് കിട്ടുള്ളൂ. കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തൊരു കാലം ഉണ്ടായിരുന്നു കൃഷ്ണവർമ്മയ്ക്ക്. വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥക്കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബടുക്കൂസുകളുള്ള നാട് ഏതാണാവോ? ഗോകർണം. ഒന്ന് പോണ്ട അവിടുന്ന്. അപസ്വരാത്രേ. ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ.
കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടു കൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 റുപ്യയും അന്നത്തെ 500 റുപ്യ ഇന്നത്തെ 50,000. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ദാ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലംകോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു. പറയിപ്പിക്കണതല്ലേ? ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കണു. ആരാപ്പാ? MS സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ അടുത്ത് പറ്റും. മതി, ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടുന്ന ഗതികേട് വന്നിട്ടില്ലല്ലോ. ഓ, തറുതല. അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരിവെച്ചോ? വെച്ചല്ലോ. നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ? ഒഴിക്കാലോ. എന്നാ ഒഴിക്ക സുബ്ബലക്ഷ്മി. ഒഴിക്കാ ചെമ്മാങ്കുടിയെ. ആ വിൽക്കും, ഉറപ്പാ. വിൽക്കാതെ ബാലരാമന് നിവൃത്തിയില്ല. ബാംഗ്ലൂരെ ബിസിനസ് ഒക്കെ പൊളിവിലാ. അയാളുടെ ഭാര്യയുടെ ധാരാളിത്തത്തിന് തന്നെ വേണ്ടേ ഒരു സംഖ്യ? തട ഇഷ്യുണ്ടെന്നാ കേൾക്കണേ. തമ്പുരാട്ടിയുടെ മറ്റു മക്കളുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അവരുടെ മുതല് അവർക്ക് തോന്നിയ പോലെ ചെയ്തോട്ടെ. പക്ഷേ സ്വന്തം അമ്മാവന്റെ മോള ഉണ്ണിമായ അതിനെ മറക്കാതിരുന്ന ഭാഗ്യം. മറക്കാനാ തമ്പുരാൻ എല്ലാവർക്കും ഇഷ്ടം. എളുപ്പവും അതാ. മറന്നാ ലാഭവും ഏറെയാ. ആരാ കോലവും വാങ്ങിക്കണേ? ആരാണെന്ന് ചോദിച്ചാ വ്യക്തമായിട്ട് അറിയില്ല. പുറംനാട്ടുകാരാ. വാങ്ങിക്കണവര് കാവിലെ ഉത്സവം നടത്തുവോ? അങ്ങനെ വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കോ? പ്രതീക്ഷ വേണ്ട, ഇടിച്ച് നിരത്തുകയാവും ചെയ്യാ. ഇപ്പോഴത്തെ കാലത്ത് 4 കാശ് കയ്യിലുള്ളവരൊക്കെ ചിന്ത ആ വഴിക്കാ പോവുക. ഉത്സവമാണോ മോളെ പ്രധാനം? എവിടേക്കാന്നറിയാതെ പടി ഇറങ്ങേണ്ടി വരില്ലേ നമ്മൾ രണ്ടും? അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ആരും കരുതണ്ട. എന്റെ അച്ഛന്റെ സ്വത്തില് എനിക്ക് അവകാശമുണ്ട്. അതില്ലാന്ന് പറയാൻ വരണവരാരാന്ന് എനിക്കൊന്ന് കാണണം. ദത്തൻ തമ്പുരാന്റെ മോള ഉണ്ണിമായ എന്നുള്ളതില് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിപ്പോ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ നമ്മളെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ കുട്ടി. ആണെന്ന് എനിക്കറിയാം. അതന്നെയാ തെളിവ്. അച്ഛനൊന്ന് ഭയപ്പെടാണ്ടിരിക്കുക. പറയേണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ആ വിളി കേട്ടില്ലേ? അച്ഛാന്ന്. അവൾക്കറിയാം ഞാൻ അവളുടെ ആരുമല്ലാന്ന്. അതറിയാവുന്ന പ്രായത്തിൽ തന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങിയത്. അതാണ് എന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. എന്റെ ഭഗവതി, എന്നെ അച്ഛനെ പിച്ച തണ്ടിക്കാണ്ട് കാക്കണേ. എനിക്ക് മണ്ണും എന്റെ കാവിലമ്മയെ വിട്ടു പോവാൻ വയ്യ.